തിയേറ്ററിൽ മിസ്സായി പോയിട്ടുള്ള സിനിമകൾ OTTയിൽ തിരഞ്ഞുപിടിച്ച് കാണുക എന്ന് പറയുന്നൊരു ദുശീലം ഞാൻ ഈ അടുത്തായി ആരംഭിച്ചിട്ടുണ്ട്. ആ ദുശീലത്തിൻ്റെ ഭാഗമായി ഞാനൊരു പുതിയ സിനിമ കണ്ടു. പുതിയതല്ല, 2023 മറ്റോ ഒരു റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ്. അന്നിറക്കിയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാനുണ്ടാവുക. എന്തായാലും 2025 ഡിസംബറോടുകൂടി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഖജുരാഹോ ഡ്രീംസ് എന്നാണ് സിനിമയുടെ പേര്. ഖജുരാഹോ സ്വപ്നങ്ങൾ. പേരിൽ സ്വപ്നങ്ങളുണ്ടെങ്കിലും ഇത് ആക്ച്വലി ദുസ്വപ്നമാണ്. നമ്മുടെ അല്ല, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അർജുൻ അശോകനോ ഷറഫുദ്ദീനോ ശ്രീനാഥ് ബാസിയോ അതിഥി രവിയോ ധ്രുവനോ ചന്തുനാഥ് തുടങ്ങിയൊരു ഒരു വലിയ താരനിരയുണ്ട്. ഇവരുടെ എല്ലാവരുടെ ഏതാണ്ട് കുട്ടിക്കാലത്ത് നടന്ന കഥ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം ഇവരുടെയൊക്കെ വളരെ യങ് വേർഷൻസാണ് നമ്മളിതിൽ കാണുക. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ കിടക്കയിൽ മുള്ളുന്നത് മുതൽ അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചമ്മലുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിൽ ചിലതൊക്കെ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മുടെ ചില അമ്മാവന്മാർ, അമ്മായിമാർ, കസിൻസ്, ചിലപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ തന്നെ പൊതുസ്ഥലത്ത് വിളമ്പും. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയായിരിക്കും ഇവർക്കൊക്കെ ഈ സിനിമ റിലീസായ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ആ ഒരു അഭിനയ പ്രകടനമൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് പോയോടുന്നു, ഇതൊന്നും നാട്ടുകാരെ കാണിക്കില്ലേ എന്നവർക്ക് പറയാൻ തോന്നിയിട്ടുണ്ടാവാം. ഈ സിനിമ മനോജ് വാസുദേവ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സേതു ആണ് ഇതിൻ്റെ തിരക്കഥ, സച്ചി സേതുവിലെ സേതു. നമ്മൾ നേരത്തെ പറഞ്ഞ താരനിരയൊക്കെയുണ്ട്. പ്രദീപ് നായരാണ് DOP. എഡിറ്റഡ് ബൈ ലിജോ പോൾ. ഗോപി സുന്ദറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഗോപി സുന്ദർ മടിച്ച് ഒന്ന് ചെയ്യേണ്ട ഗോപി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതുപോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുക. തുടക്കത്തിൽ തന്നെ ഖജുരാഹോ ഡ്രീംസ് ഒക്കെ പറഞ്ഞ പോലെ കുറേ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊരു ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്നൊക്കെ പറയാവുന്ന ആ ഒരു കാലഘട്ടത്തിലെ സ്ഥിരം പാറ്റേൺ ആയിരുന്നു. സിനിമയുടെ പേര് തന്നെ ഇങ്ങനെ സ്ലോയിൽ വലിച്ചു നീട്ടി പാടുക എന്ന് പറയുന്നത്. അത് നമുക്കിതിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ തിരക്കഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ വീടിൻ്റെ തൊട്ടപ്പുറത്തൊക്കെയുള്ള പിള്ളേർ സെറ്റ് ട്രിപ്പ് അടിക്കുന്നത് കണ്ടിട്ട് അവൻ്റെയൊക്കെ ട്രിപ്പ് അവരൊക്കെ സന്തോഷിക്കുന്നത് കണ്ടിട്ടേ നാട്ടുകാരുടെ മുമ്പിൽ അവരുടെ ഇമേജ് ചീത്തയാക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളൊരു കഥയായിരിക്കും. അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും പെണ്ണ് കിട്ടാത്ത പുരുഷന്മാരോട് നിങ്ങൾ നേരെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പോകൂ, ആ ഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ ആത്മാവ് മാത്രമല്ല, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ കുറേ പെൺകുട്ടികളും ഉണ്ട് എന്ന് പറയുന്നൊരു പ്രതീക്ഷ കൊടുക്കുക എന്നൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് 5 സുഹൃത്തുക്കളാണ്. അതിവരിൽ ആര് ചെയ്തു, എന്തിന് ചെയ്തു എന്നുള്ളതൊരു വിഷയമൊന്നുമല്ല. ആ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യത്തെ അയാളൊരു ടെക്കിയാണ്. പക്ഷേ ഓഫീസിൽ പോയിരുന്നു മുതലാളിയെക്കുറിച്ച് കുറ്റം പറയുന്നതിൻ്റെ ഭാഗമായി അയാളുടെ ജോലി പോകുന്നു. അങ്ങനെ പണി പോയ ടെക്കി അർജുൻ അശോകനാണ് ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പണി പോകുന്നതൊക്കെ ഭയങ്കര രസമാണ്. നമ്മളവിടെ ജോണി ആൻ്റണിയെ കാണുന്നുണ്ട്. ജോണി ആൻ്റണി ബീയിങ് ക്ലാസിക് ജോണി ആൻ്റണി, അങ്ങനത്തെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിരിപ്പിക്കാൻ അവരെന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് വരില്ല, എന്ത് ചെയ്യാൻ പറ്റും. പണി പോയ ടെക്കി കഴിഞ്ഞാൽ അടുത്തയാൾ ശ്രീനാഥ് ബാസിയാണ്. പുള്ളി ഈ സിനിമയിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. എന്തായാലും ലക്ഷറി കാറുകളൊക്കെ പുള്ളി ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പുള്ളി എവിടെ ചെന്നാലും വിദേശ വനിതകളായിട്ടുള്ള സ്ത്രീകളാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിനോടൊപ്പം കൂടുന്നതും. പിന്നെ ഈ കഥാപാത്രത്തിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല, ക്ലാസിക്കൽ ശ്രീനാഥ് ബാസി തന്നെയാണ്. ഇയാളെ നമ്മൾ സിനിമയിൽ പലയിടങ്ങളിലും കാണില്ല. സ്ക്രിപ്റ്റ് വായിച്ചിട്ടും ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് പരിപാടികളൊക്കെ കണ്ടിട്ടും മനം അടുത്ത് പുള്ളി ഇടയ്ക്കിടയ്ക്ക് സെറ്റിൽ നിന്ന് നാട് വിട്ടു പോകാറുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. പുള്ളി ഇല്ലാത്ത സീനുകളിലൊക്കെ അവനെവിടെ പോടാ എന്നൊക്കെ പറയുന്ന കൂട്ടുകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ ഷൂട്ടിങ്ങും ഈ ഒരു റിസൾട്ടും ഒക്കെ കാണുന്ന സമയത്ത് മോണിറ്ററിൽ കാണുമ്പോൾ തന്നെ ആർക്കായാലും സെറ്റിൽ നിന്ന് ഓടിപ്പോകാൻ തോന്നും. മൂന്നാമത്തെ അയാളൊരു കഫേ ഓണറാണ്. നമ്മുടെ ഷറഫുദ്ദീനാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി ഡിവോഴ്സിൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് എന്നൊന്നും അവിടെ പറയുന്നില്ല. വെറുതെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് അതെ ഇത് ഡിവോഴ്സാണ്, എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് പുള്ളി ഒറ്റപ്പോക്ക്. നാലാമത്തെ ആ ആളെക്കുറിച്ച് നമ്മുടെ ലാൽ ജോസ് ആണ് ഇതിൽ ഓരോ കഥാപാത്രങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ആണത്തമുള്ള പെൺകുട്ടി എന്നാണ്. ബുള്ളറ്റ് ഓടിക്കുന്ന, ഓവർകോട്ട് ഇടുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ 4 ആൺ സുഹൃത്തുക്കളുടെ കൂടെ ഒരേ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും ആണത്തമുള്ള പെൺകുട്ടിയായി മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഇനി വേറെ എന്തെങ്കിലും ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്നറിയില്ല. നമുക്കൊരു സാധാരണ പെൺകുട്ടിയെ കാണുന്ന പോലെയൊക്കെ തന്നെ തോന്നുള്ളൂ. പക്ഷേ എന്തോ ഒരു ആണത്തം ആ പെൺകുട്ടിയിൽ ഉണ്ട് എന്നാണ് സിനിമയുടെ തുടക്കത്തിൽ നരേറ്റർ പറയുന്നത്. അതിഥി രവിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഭയങ്കര രസമാണ്. ട്രാഫിക് സിഗ്നലിൽ കാത്തു നിൽക്കാൻ മടിയുള്ളത് കൊണ്ട് ആ സിഗ്നൽ വെട്ടിച്ച് ഓവർടേക്ക് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോയതിന് ശേഷം സിഗ്നൽ കാത്തു നിൽക്കുന്ന നല്ലവരായ നല്ല സിവിക് സെൻസ് ഉള്ള ആൾക്കാരെ നോക്കിയിട്ട് ഞാൻ ആരാണെന്ന് കണ്ടോ എന്ന് പറഞ്ഞ ഭാവത്തിൽ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. ഇതിന് ആണത്തമുള്ള പെൺകുട്ടി എന്നല്ല പറയുക, ബുദ്ധിശൂന്യയായ പെൺകുട്ടി എന്നാണ്. എന്തായാലും അങ്ങനെ ധൃതിയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ കാണുന്നത്. പക്ഷേ വേറെ ഒരു കാര്യത്തിൽ ആ പെൺകുട്ടി ധൃതി കാണിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ സിനിമ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയെങ്കിലും അവർ ധൃതി കാണിക്കണമായിരുന്നു. പിന്നെ ഈ പെൺകുട്ടി
പെൺകുട്ടി ഒരു കെമിക്കൽ ലാബിലോ മറ്റോ ആണ് ജോലി ചെയ്യുന്നത്. കുറേ കെമിക്കൽ പദാർത്ഥങ്ങളുടെ പേരുകളൊക്കെ പറയുന്നു, ടെസ്റ്റുകളുടെ പേര് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് സിനിമയുടെ അവസാനമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ തുടക്കത്തിലേ മനസ്സിലാവും. അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ആൾ, ഇയാളൊരു ആൽഫ മെയിലാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇടിക്കുന്ന ഒരു എക്സ്പ്രഷനുമായി നിൽക്കുക, വെറുതെ കലിപ്പ് കാണിക്കുക എന്നുള്ളതാണ് സിനിമയുടെ തുടക്കത്തിൽ ഇയാളുടെ ഉദ്ദേശമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഫൈറ്റ് സീക്വൻസുകൾ കാര്യമായി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ധ്രുവൻ ആണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരെ നമുക്ക് പോണ വഴിക്ക് പറയാം. അപ്പോൾ നമ്മുടെ അടിവീരൻ ആൽഫമെയിൽ, നമ്മുടെ ധ്രുവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ഇദ്ദേഹം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആ പ്രദേശത്തെങ്ങുമില്ല. ലവൻ എങ്ങാണ്ട് പോയിരിക്കുകയാണ്. പോയിട്ട് അവൻ തിരിച്ചു വന്ന് ഈ 4 കൂട്ടുകാരെയും കൂടി വട്ടത്തിലിരുത്തി അവൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനൊരു യാത്ര പോയി, ഒറ്റയ്ക്ക് ഹിമാലയത്തിലേക്ക് പോകാനൊരു ആഗ്രഹം വന്നു. അങ്ങോട്ടേക്ക് പോണ വഴിക്ക് ചാർലിയെ കണ്ടുമുട്ടി. ഏത് ചാർലിയാണ് എന്ന് സിനിമയിൽ കാണിക്കുന്നില്ല, മിക്കവാറും മറ്റ് ചാർലിയുടെ റെഫറൻസ് ആവാനാണ് സാധ്യത. എന്തായാലും ചാർലിയെ കണ്ടുമുട്ടി. ചാർലിയാണ് ഖജുരാഹോ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് ഇദ്ദേഹത്തോട് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ അടിവീരൻ ആൽഫമെയിൽ ചാർലിയോടൊപ്പം ഖജുരാഹോ ഗ്രാമത്തിൽ പോയി അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചക്കകം അവളെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് അവൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവൻ കല്യാണം കഴിച്ച പെൺകുട്ടിയായിട്ട് നമ്മൾ സിനിമയിൽ കാണുന്നത് പെണ്ണായാൽ പൊന്നു വേണം എന്ന് പറയുന്ന പഴയ പരസ്യം ഉണ്ടല്ലോ, ആ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ള പെൺകുട്ടിയാണ് പുള്ളിക്കാരി. ആ പരസ്യത്തിൽ എങ്ങനെയാണോ നിൽക്കുക നടക്കുകയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ജ്വല്ലറി ആഡിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. മാത്രമല്ല ധ്രുവനും ഏതാണ്ട് ജ്വല്ലറി പരസ്യത്തിൽ ഇരിക്കുന്ന പോലെയാണ്. അങ്ങനെ അയാളുടെ ചില ഇൻറ്റിമേറ്റ് സ്വപ്നരംഗങ്ങളും കൂടി സിനിമയിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാർക്കൊക്കെ അങ്ങ് രോമാഞ്ചം വന്നു. അതിലെ പ്രധാനപ്പെട്ട മറ്റേ പണിപോയ ടെക്കി, ശ്രീനാഥ് ബാസി തുടങ്ങിയവരൊക്കെ ഉറക്കമില്ലാതെ ഈ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ ഗജുരാഹോയിൽ പോയി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം, 2 ആഴ്ച കഴിഞ്ഞാൽ ആ പെണ്ണിനെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, ആഹാ എന്ത് രസമുള്ള പരിപാടി എന്നാലോചിച്ച് അവരിങ്ങനെ രോമാഞ്ചം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ആണത്തമുള്ള പെൺകുട്ടി ഈ ഉറക്കമില്ലാതിരിക്കുന്ന സുഹൃത്തുക്കളെ വിളിച്ചിട്ട്, എനിക്കറിയാം നീയൊക്കെ ഉറക്കമില്ലാതിരിക്കുകയാണെന്ന്, ഞാനും അന്വേഷിച്ചു, നമുക്കങ്ങോട്ട് പോയാലോ എന്നൊരു സജഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില്ലറ ദുരുദ്ദേശങ്ങളുമൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പിന്നീട് ആ കഥാപാത്രം പറയുന്നുണ്ട്. അവൾക്കിതിൽ എന്ത് ദുരുദ്ദേശമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ ആകെയുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ പണിപോയ ടെക്കിയോട് നമ്മുടെ ആണത്തമുള്ള പെൺകുട്ടിക്ക് ഒരു ഇഷ്ടം തോന്നുന്നതാണ്. അതാണോ ഇനി അവളുടെ ദുരുദ്ദേശം എന്നറിയില്ല. എന്തായാലും അവളും കൂടി ഈ ട്രിപ്പിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കഫേ ഓണർ, എനിക്ക് ഡിവോഴ്സിൻ്റെ പരിപാടി ഉണ്ട്, വരാൻ പറ്റില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. അങ്ങനെ ഈ 5 കൂട്ടുകാരും കൂടി 4 ബുള്ളറ്റ് എടുത്ത് 5 കൂട്ടുകാരെ കൂടിയിട്ട് നേരെ ഖജുരാഹോയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ ഒരു പോർഷനൊക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി ട്രാവൽ തുടങ്ങാമല്ലോ, അപ്പോൾ നല്ല രസമുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ കാണിക്കുമായിരിക്കും. നല്ല വിഷ്വൽസൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബുള്ളറ്റ് ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചാഞ്ചരിഞ്ഞൊക്കെ ഓടിച്ച് കാണിക്കാമെന്ന് പറയില്ല, ആ പരിപാടിയൊക്കെ കാണിച്ച് ഇവർ പല സ്ഥലത്തുകൂടിയും പോകുന്നുണ്ട്. ഓരോ സംസ്ഥാനം എത്തി എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിൻ്റെ ടോണും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അതും വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. എൻ്റെ ഗോപിയണ്ണന് ഇതിനും അപ്പുറം എന്തൊക്കെയോ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ അറിയാലോ, ചിലപ്പോൾ ഒരുപാട് നിർബന്ധിച്ചിട്ടായിരിക്കും. എന്തായാലും അവരങ്ങനെ വണ്ടി ഓടിച്ച് ഒരു ദാബയിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ദാബയിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മദ്യമുണ്ടത്രേ, ഇല്ലീഗലാണ്. ആ മദ്യം വാങ്ങിച്ച് ഇവരടിക്കുന്നു. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചിരിയായിരിക്കും, ചിരി നിർത്താൻ പറ്റില്ല. അങ്ങനെ ഇവർ 5 പേരും കൂടിയിട്ട് ഈ സാധനം വാങ്ങിച്ചടിച്ച് വെറുതെ ഇരുന്ന് ചിരിക്കും. അത് കാണുമ്പോൾ തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്ന അവിടുത്തെ ഏറ്റവും വലിയ റൗഡിക്ക് തോന്നുന്നത് തന്നെ നോക്കി കളിയാക്കുന്നതാണെന്ന്. എന്തിനാടാ നീയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹിന്ദിയിൽ ചോദിക്കും. അപ്പോൾ ഇവർക്ക് ചിരി നിർത്താൻ പറ്റില്ലല്ലോ, അടിച്ചു പോയില്ലേ, കൺട്രോൾ പോയി. അങ്ങനെ അവർ ഫുള്ള് ചിരിക്കും. ഇവരങ്ങോട്ടടിക്കും, അവരിങ്ങോട്ടടിക്കും. അങ്ങനെ അവരെ മുഴുവൻ തല്ലി പരിപ്പിളക്കി കഴിഞ്ഞ് ഈ 5 സുഹൃത്തുക്കളും കൂടി ബൈക്ക് എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് 100-110 ഏതോ ഒരു റോഡിൻ്റെ സൈഡിൽ, അപ്പോഴേക്കും രാത്രിയായി, അവർ ഏതോ ഒരു റോഡിൻ്റെ സൈഡിൽ പോയി നിന്ന് ചായ ഓർഡർ ചെയ്യും. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു മലയാളി ഫാമിലി കാറിൽ വന്നിട്ട് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ചോദിക്കും. അപ്പോൾ ആ വഴി എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുക്കും. ആ ഫാമിലി അങ്ങോട്ട് പോകും. ഇവർ ചായയും കുടിച്ച് ആ റൂട്ടിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് കാണുന്നത് ഒരു ലോറി ഇടിച്ചിട്ട് ഈ വഴി ചോദിച്ച ഫാമിലിയില്ലേ, അവർ കാറൊക്കെ തകർന്നിട്ട് അങ്ങനെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൽഫ മെയിൽ അടിവീരൻ നേരെ ചെന്ന് ആ ലോറിക്കാരൻ ഡ്രൈവറൊക്കെ ഇടിച്ച് താഴെയിട്ട് ആ ലോറി എടുത്ത് ഇവരെ ആ ലോറിയിലേക്ക് മാറ്റി, അതായത് വണ്ടി ഇടിച്ച് തകർന്നൊക്കെ കിടക്കുകയാണ്. അവരെ ലോറിയുടെ ബാക്കിൽ എങ്ങനെയെങ്കിലും കയറ്റിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല, ഫ്രണ്ട് സീറ്റിലേക്ക് എങ്ങനെയൊക്കെയോ വലിച്ച് ഉന്തിത്തള്ളി മോളിൽ കയറ്റി അവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് അവർ രക്ഷിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അത് പത്രത്തിൽ വരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് അവർ തന്നെ പിന്നെ ആലോചിച്ചിരുന്നിട്ട് നമുക്ക് ഖജുരാഹോയിലേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് നേരെ ഖജുരാഹോയിലേക്ക് പോകുന്നു. ആദ്യം നമ്മൾ കാണുന്ന ഒരു ഖജുരാഹോ അമ്പലത്തിൻ്റെ 1-2 ആംഗിളുകളുണ്ട്.
ഇത് തന്നെയാണ് തിരിച്ചും മറിച്ചും ഖജുരാഹോ എന്ന് പറഞ്ഞ് നമ്മൾ ആകെ കാണുന്നത്. പിന്നീട് ഖജുരാഹോയിലെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള കുറേ ഭിത്തികളും എന്ന് വെച്ചാൽ പലതരത്തിലുള്ള നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ടോയ്സ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ മറ്റേ വളയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അങ്ങനെ ഡിസൈനിൽ ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും പല കളറിലുള്ള ആവശ്യത്തിൽ കൂടുതൽ ഷോളുകളൊക്കെ ചുറ്റിയിട്ടുള്ള വളരെ സമ്പന്നമായിട്ടുള്ളൊരു ഗ്രാമമാണ് നമ്മൾ അവിടെ കാണുന്നത്, റിച്ച് ഇൻ കളേഴ്സ്. ആ ഗ്രാമത്തിൽ നമ്മുടെ സോഹൻ സീനുലാൽ ഉണ്ട്. സോഹൻ സീനുലാൽ എല്ലാ സിനിമകളിലെയും പോലെ തന്നെ പരമാവധി ഉറപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം അവിടെ പുറത്തെടുക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് ഇവർ ശശി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പുള്ളി മലയാളിയാണ്. അവിടെ ചെന്ന് അവിടുത്തെ ഒരു സ്ത്രീയെ കെട്ടി പിന്നെ അവിടുത്തുകാരനായിട്ട് അങ്ങ് ജീവിച്ചു പോവുകയാണ്. അവിടെ വെച്ചാണ് ചന്തുനാഥിൻ്റെ ക്യാരക്ടറിനെ നമ്മൾ കാണുന്നത്. മിട്ടുബായ് എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും സ്നേഹത്തോടെ ബഹുമാനത്തോടെ വിളിക്കുന്നത്. അവിടുത്തെ വില്ലേജ് ഓഫീസറോ ബ്ലോക്ക് ഓഫീസറോ എന്തോ ആണ്. അദ്ദേഹം അവിടെയുള്ള ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവിടെ ആഗ്രോ ഹൈടെക് ഗ്രൂപ്പ് ഫാമിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി വന്നിട്ടുണ്ട്. ഈ കമ്പനി കർഷകരുമായി ചേർന്ന് കർഷകരുടെ ഭൂമി കമ്പനി ഏറ്റെടുത്തിട്ട് കർഷകർക്ക് വേണ്ടി അവരവിടെ വിളവിറക്കും. അങ്ങനെ ലാഭം കിട്ടുന്ന സമയത്ത് ലാഭത്തിൻ്റെ ഒരു പങ്ക് കർഷകർക്ക് കൊടുക്കും. അത്ര ഇതെന്ത് പരിപാടിയാണെന്നുള്ളത് കേട്ടിട്ട് എനിക്ക് യാതൊരു ധാരണയില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ കുറച്ചെങ്കിലും വിവരമുള്ളൊരു വില്ലേജ് ഓഫീസറിനോ ബ്ലോക്ക് ഓഫീസറിനോ കാര്യം മനസ്സിലാവേണ്ടതാണ്. എന്തായാലും ഇദ്ദേഹം അപ്പം തന്നെ ഇത്രയും നല്ലൊരു കമ്പനിയൊക്കെ ഇവിടെ വന്ന് നമ്മുടെ കർഷകരെ രക്ഷിക്കൂ, ഓ വാട്ട് എ മാർവലസ് എന്ന് പറഞ്ഞിട്ട് കർഷകരെ മുഴുവൻ കൺവിൻസ് ചെയ്ത് അവരുടെ ഒപ്പം വാങ്ങിച്ച് അത് മുദ്രപത്രത്തിൽ പകർത്തി ഈ കമ്പനിക്ക് കൊടുക്കുകയാണ്. കമ്പനി എന്തോ നന്മ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് പാവം മിട്ടുബായ്. ഇന്നായിരുന്നെങ്കിൽ ആ സിനിമയിൽ ഈ മിട്ടുബായിനൊരു വില്ലനൊക്കെ ആക്കി കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ 2023 ഇറക്കാൻ വെച്ചിരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ 2-3 കൊല്ലം മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റ് ആയിരിക്കും. ആ സമയത്ത് മിട്ടുബായി പോലുള്ളവരൊക്കെ നിഷ്കളങ്കരായിട്ടാണ് സിനിമകളിലുണ്ടായിരുന്നത്. എന്തായാലും ഇവർ ഗ്രാമത്തിലെത്തുന്നു, ഓരോ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് രോമാഞ്ചം വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, വെള്ളം കോരുന്നു, മുട്ടായി വാങ്ങിച്ച് കഴിക്കുന്നു, പിന്നെയും വാങ്ങി നോക്കുന്നു. എന്താടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു. അങ്ങനത്തെ കുറേ ക്യൂട്ട് ക്രിഞ്ച് സീനുകളൊക്കെ കാണിച്ച് വലിച്ച് ഒരു പരിവായി കഴിയുമ്പോഴേക്കും ശ്രീനാഥ് വാസി ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ പുള്ളി മോണിറ്ററി കാണുന്നുണ്ടാവും, ഓരോ സീനും എടുക്കുമ്പോൾ അപ്പം പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറയുന്നുണ്ട്. പിന്നെ ഇവർ ഖജുരാഹോയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ പണിപോയ ടെക്കിയുടെ അച്ഛനെ കാണാൻ പോകുന്നൊരു സീനുണ്ട്. ആ അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം നാട്ടിൽ വിവാഹം കഴിച്ച് ടെക്കിയെ ഉണ്ടാക്കി അതിനുശേഷം അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ ഒരു ഭാര്യയും കുട്ടിയുമായി ജീവിക്കുകയാണ്. നാട്ടിലേക്ക് വരാറില്ല. ഈ അമ്മയും മോനെയൊന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു എന്നുള്ളത് ആണത്തമുള്ള പെൺകുട്ടി പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ മകനെ കാണുമ്പോൾ അയാൾ കെട്ടിപ്പിടിക്കുന്നു, പൊട്ടിക്കരയുന്നു. മകനാണെങ്കിൽ അച്ഛൻ നാട്ടിലേക്ക് വരണമെന്ന് പറയുന്നു. എന്താണ് അവർ തമ്മിൽ സംസാരിച്ചതെന്നുള്ളത് നമ്മൾ കേൾക്കില്ല. ഈ അച്ഛനും മോനും മാറി ഇന്ന് ഭയങ്കര സെൻറ്റി വർത്താനാക്കി. അത് മുഴുവൻ മറ്റേ ആണത്തുള്ള പെൺകുട്ടിയെ ഒളിച്ചു നിന്ന് കേൾക്കും. അപ്പോൾ അവൾ കാണുന്ന ലിപ് മൂവ്മെൻറ്റ് മാത്രമേ നമ്മളും കാണുന്നുള്ളൂ. അവിടെ ഒന്നും ഡയലോഗില്ല. ആ പെണ്ണ് ഒളിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നമൊന്നും നമുക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും അത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ആണത്തുള്ള പെൺകുട്ടിയും പണിപോയ ടെക്കിയും തമ്മിലൊരു പ്രേമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രാമത്തിൽ വെച്ച് നമ്മുടെ ആൽഫ മെയിൽ അടിവീരൻ അവിടുത്തെ ഗ്രാമപ്രമുഖിൻ്റെ മകളെ കാണുകയും ഒരുപാട് നേരം വായി നോക്കി അവസാനം ഒരു കാര്യമില്ലാതെ ആ പെൺകുട്ടിക്ക് ഇവനോട് പ്രേമം തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ലൂബിക്ക ഉപ്പിലിട്ടത് തിന്നാൻ വേണ്ടി പോകുന്ന നമ്മുടെ കഫേ ഓണറിനെ ആ നാട്ടിലെ ഈ ലൂബിക്ക ഉപ്പിലിട്ടത് വിൽക്കാൻ നടക്കുന്ന പെൺകുട്ടിക്കും ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും പെണ്ണ് സെറ്റായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ 5 സുഹൃത്തുക്കളും കൂടി ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ ആഗ്രോ ഹൈടെക് ഗ്രൂപ്പ് ഫാമിംഗ് കമ്പനിയില്ലേ, ആ കമ്പനിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലുള്ള കർഷകരിൽ നിന്ന് ഭൂമി വാങ്ങിയ ശേഷം അവിടെ വളരെ ഹാനികരമായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് അവർ തളിക്കാൻ പോവാണ്. ആകാശത്ത് കൂടി വന്ന് ഈ രാസവസ്തുക്കളൊക്കെ പ്രയോഗിക്കാൻ പോകണം. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമം തന്നെ ഇല്ലാതായിപ്പോൾ നമ്മുടെ എൻഡോസൾഫാനൊക്കെ പോലെ വളരെ ഉപദ്രവം ഉണ്ടാക്കുന്ന രാസ കീടനാശിനികളാണ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആണത്തുള്ള പെൺകുട്ടിയെ ഒരു കെമിക്കൽ ലാബിൽ ജോലിക്ക് നിർത്തിയിരുന്നത്. അവളത് മനസ്സിലാക്കുന്നു. അവളുടെ പ്രൊഫസർ ഇതേ 3 കെമിക്കലിനെ കുറിച്ച് കൃത്യമായി അവൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ കൂട്ടുകാരുമായി നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അവൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഒരു ലൈവ് ചെയ്യും. ആ ലൈവ് ഭയങ്കര ഹിറ്റാവും, ഇന്ത്യ മുഴുവൻ ഹിറ്റാവും. പക്ഷേ ഇത് ഷെയർ ചെയ്യുന്നത് മുഴുവൻ നമ്മൾ കാണുന്നത് മലയാളികളാട്ടോ. അങ്ങനെ മലയാളികൾ മുഴുവൻ ഇത് ഷെയർ ചെയ്ത് അവസാനം ഇത് ഹിന്ദിക്കാരും കണ്ട് അങ്ങനെ അവസാനം ആഗ്രോ ഹൈടെക് ഗ്രൂപ്പ് ഫാമിംഗ് കമ്പനിയെ അവിടുത്തെ സർക്കാർ തിരിച്ചറിയുകയും ഓടിച്ചു വിടുകയും ചെയ്യും. അതിനുശേഷം ഈ 5 മലയാളി യുവാക്കളെ അന്നാട്ടിലെ ഏതോ ഒരു മന്ത്രി വന്ന് പൊന്നാടയിട്ട് മാലയിട്ട് അനുഗ്രഹിച്ചിട്ട് പോകും. എന്നാലും മലയാളത്തിൽ അവൾ ചെയ്ത ലൈവ് എങ്ങനെയാണ് ഈ ഹിന്ദിക്കാർക്കൊക്കെ മനസ്സിലായെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ആ ഗ്രാമത്തിന് മുഴുവൻ വരാനിരിക്കുന്ന വലിയൊരു അപകടത്തിൽ നിന്ന് ഈ കുട്ടികൾ രക്ഷിച്ചല്ലോ. അതിൻ്റെ ഭാഗമായി ആ ഗ്രാമത്തിലെ കർക്കശ്യങ്ങളൊക്കെ മാറുകയാണ്. അതായത് ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ ഒരാൾ പുറത്ത്
പുറത്തുനിന്ന് വരുന്ന ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ ആ ഗ്രാമം വിട്ട് പുറത്തു പോകാൻ പാടില്ല. ആ ഗ്രാമത്തിലെ ആളായിട്ട് അവിടെ ജീവിക്കണം. ഇനി ആ ഭർത്താവിന് തിരിച്ച് നാട്ടിലേക്ക് പോകണമെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോകാം, പക്ഷേ ആ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ല. ഇതായിരുന്നു അവിടുത്തെ രീതി. പക്ഷേ ആ ഗ്രാമത്തിന് ഈ കുട്ടികൾ രക്ഷിച്ചതിൻ്റെ ഭാഗമായി ഗ്രാമം മാറുകയാണ് സുഹൃത്തുക്കളെ. അവരുടെ ആ ഒരു കർക്കശ സ്വഭാവങ്ങളൊക്കെ മാറുകയാണ്. വേണമെങ്കിൽ ഭാര്യനെയും കൂടി നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് ഗ്രാമപ്രമുഖിൻ്റെ മകളെ ആൽഫാമെയിൽ അടിവീരൻ്റെ കൂടെ ഇവർ പറഞ്ഞു വിടുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ കഫേ ഓണർക്ക് ആ ലൂബിക ഉപ്പിലിട്ടത് വിൽക്കാമെന്ന പെൺകുട്ടിയെ കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ അവൻ കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ കാരണം പിന്നീട് ഇതിൻ്റെ ഒരു ടൈലൻഡ് പോലെയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാവരും ഖജുരാഹോയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് അതിനൊന്നും വലിയ പ്രത്യേകത ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. അങ്ങോട്ട് പോകുമ്പോഴുള്ള ബോറടി മാത്രമേ നമ്മൾ സഹിക്കേണ്ടതുള്ളൂ. ഇങ്ങോട്ടുള്ളത് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു, കേരളത്തിലെത്തി. വാവ്, വണ്ടർഫുൾ. എന്തായാലും അങ്ങനെ കേരളത്തിലെത്തി ഒരു കോടതിയുടെ മുന്നിൽ ഈ ബാക്കി സുഹൃത്തുക്കളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കഫേ ഓണറും ഭാര്യയും കൂടി അകത്തിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഡിവോഴ്സ് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തു. വാവ്, വണ്ടർഫുൾ, ഗ്രേറ്റ്, വാറ്റ് എ ഫാന്റാസ്റ്റിക്. അങ്ങനെ അവർ പുറത്തേക്ക് വരുന്നു. എല്ലാവരും കൂടി ബൈക്കിൽ കയറി ഒരൊറ്റ വിടലാണ്. ആ വിടൽ അവർ നേരത്തെ വിട്ടിരുന്നെങ്കിൽ, ഇവർ ഈ ഡിവോഴ്സ് തീരുമാനം ഇതിനു മുമ്പേ പിൻവലിച്ചിരുന്നെങ്കിൽ നമ്മളിത് കാണേണ്ടി വരില്ലായിരുന്നു. ഈ സിനിമയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കൂട്ടത്തിലൊരുത്തം വന്ന് ഖജുരാഹോയിൽ പോയി കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് ഫ്രീ ആയി പറയുന്നുണ്ടോന്നും തോന്നരുത്, ഒരു ഭാര്യയെ കിട്ടും എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ നോർത്ത് ഇന്ത്യയിൽ പോയി കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് പോകുന്ന കുറേ എണ്ണം. ഇതിലെന്ത് ഫ്രണ്ട്ഷിപ്പ്? കൂട്ടുകാരൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും ഒരു ധാരണയില്ലാതെ ആ വാട പോടാന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കിടക്കുന്ന കയ്യിലും കാലിലും ടാറ്റു അടിച്ചിട്ടുള്ള കുറേ കൂട്ടുകാർ. ഇതിനിടയിൽ എവിടെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റിയില്ല. പ്രണയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആണത്തമുള്ള പെൺകുട്ടിക്ക് പണിപോയ ടെക്കിയോട് ഒരു പ്രേമമൊക്കെ ഉണ്ട്. പണിപോയ ടെക്കിക്കാണെങ്കിൽ അവൻ പെൺകുട്ടികളൊക്കെ കുളിക്കാൻ പോകുന്ന കാഴ്ച കാണുമ്പോൾ അപ്പം തന്നെ ടീഷർട്ട് പൊക്കിയിട്ട് എന്നാ വാ നമുക്ക് കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്ന അവൾ ഡാഡാ നീ അധികമൊന്നും അങ്ങനെ ഇളകണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതെന്ത് പ്രണയം എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിൽ യാത്രയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈക്കിൽ കയറി കുറേ പൊടി പറക്കുന്ന സ്ഥലത്ത് കൂടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഖജുരാഹോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 ഷോട്ടിൽ ഖജുരാഹോയിലെ ക്ഷേത്രം കാണിക്കുമ്പോൾ ഇതാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവും. ബാക്കി ഇപ്പോൾ ഖജുരാഹോ ക്ഷേത്രം കാണിക്കുന്നതിന് പകരം ഇവർ പഞ്ചാബ് ഡ്രീംസ് എന്നോ രാജസ്ഥാൻ ഡ്രീംസ് എന്നൊക്കെ പേരിട്ടിട്ട് ആ ഗ്രാമത്തിലെ വിഷ്വൽസ് മാത്രം സിനിമയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഒരു കമ്പനിയൊക്കെ പൂട്ടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2 മണിക്കൂർ എന്ന് പറയുന്നത് 120 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള സമയമാണ്. നിങ്ങൾ അഥവാ ഈ സിനിമ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ OTT-ലൊക്കെ ആയിരിക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് പാസീവായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ജോലികൾ, ഇപ്പോൾ കൈകൊണ്ട് നൂല് നൂൽക്കുക, പച്ചക്കറി അരിയാനിരിക്കുക, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് കുറ്റബോധം തോന്നില്ല. പിന്നെ കറിക്കരിയുമ്പോൾ കൈമുറിയാതെ നോക്കണം എന്ന് പറയുന്ന ഒരു വാണിംഗ് മാത്രമേ ഉള്ളൂ. അത് അവർ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ത് നന്നായതിനെ എന്ന് മാത്രം സങ്കടത്തോടു കൂടി ഓർത്തെടുത്തുകൊണ്ട് ഖജുരാഹോ ഡ്രീംസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അഥവാ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി കണ്ടിട്ട് വേണം ഈ സിനിമ കാണാൻ എന്ന് പറഞ്ഞ് ഈ വീഡിയോയും കണ്ട് ആവേശം മുദ്രിക്കുന്ന കുറേ ആളുകളുണ്ടാകും. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.